ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ഡാവിൻസി റിസോൾവ് ട്യൂട്ടോറിയലിലെ സെക്കൻഡ് പാർട്ടാണ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഫ്യൂഷൻ. ഫ്യൂഷനെ കുറിച്ച് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് പഠിക്കും. വേറെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഫ്രീ വേർഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പഠിപ്പിക്കും. അതേപോലെ നമ്മൾ അടുത്ത പ്രൊജക്റ്റായി ഈ സ്ക്രീനിൽ കാണുന്ന പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ പ്രൊജക്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും. കാര്യം നിങ്ങൾക്ക് അന്നേരത്തേക്ക് ഇതിൻ്റെ ഏകദേശം ടോട്ടൽ ബേസിക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മാറ്റാം. ഈ ഒരു ടെക്സ്റ്റ് ഞാനിപ്പോൾ മാറ്റിയിട്ട് ഫ്ലാഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലാഷിനനുസരിച്ചൊക്കെ കയറും. പക്ഷേ ഞാൻ ക്യാപ്സ് ലോക്കിൽ അടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ അടിക്കുന്ന ലെറ്ററിനനുസരിച്ച് അത് എന്തോന്ന് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെ നമുക്ക് ഈ ഒരു ഫ്യൂഷൻ ടാബ് ചെയ്യാന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ബേസിക്സ്, ഫ്യൂഷൻ ടാബിൻ്റെ ബേസിക് ആണ്. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മൊത്തം ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ കുറച്ച് ബേസിക്സ് ഞാൻ വേറൊരെണ്ണത്തിൽ വെച്ച് കാണിച്ചു തരാം. അപ്പം ഞാൻ രണ്ടാമത്തെ എൻ്റെ നോഡ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തു. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഔട്ട് വരാൻ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ സിംഗിൾ പാനലാക്കി. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ആളുടെ ആ ഒരു ഓടുന്ന ഒരു പിക്ചർ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇവിടെ റൺ ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് ഈ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീഡിയ ഇൻ മീഡിയ ഔട്ട് എന്ന് പറഞ്ഞ് രണ്ട് നോഡുകളാണ്. അപ്പം ബേസിക്കലി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്, ഞാനത് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തപ്പോൾ തന്നെ അത് പോയി. കട്ട് ചെയ്യാനായിട്ട് സിമ്പിളാണ്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ കൊണ്ടുപോയിടുമ്പോൾ തന്നെ ഒരു ബ്ലൂ കളർ ഹൈലൈറ്റ് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടായി പോയിക്കോളും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മീഡിയ. ഓക്കെ, ഇത് ഒരു പാലം പോലാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാലം കടന്ന് ഇപ്പം ഈ ഒരു മീഡിയ ഇന്നിൻ്റെ അവിടെ ഒരാളുണ്ട്, അതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോയെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം, അതായത് പാലത്തിൻ്റെ അപ്പുറത്തെത്തിക്കണം. അതിനായിട്ട് നമ്മളൊരു പാലം വെക്കണം. ആ പാലമാണ് നമ്മൾ ജസ്റ്റ് വലിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു ലൈൻ. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ ജസ്റ്റ് കൊണ്ട് മീഡിയ ഔട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നിന്നുള്ള വിഷ്വൽസിന് ഇവിടെ എത്തും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു പാലത്തിന് നടുക്ക് ഒരു കടയുണ്ടെന്ന് വെച്ചു. ആ കടയിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ മീഡിയ ഔട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ആ സാധനം കാണും. സെയിം കോൺസെപ്റ്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഇട്ട്, അപ്പം ഇതിനകത്ത് നമുക്കൊരു ടൂൾ ആഡ് ചെയ്യണം. ടൂൾ ആഡ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിനകത്ത് ഞാൻ ട്രാൻസ്ഫോം എന്നുള്ള ടൂൾ എടുക്കുക കേട്ടോ. ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് വരും. ആഡ് കൊടുക്കാം. അപ്പോൾ ഇത് എവിടെ കണ്ടോ, ഇത് നടുക്ക് വന്നു. അപ്പോൾ ഇത് പാലത്തിന് നടുക്ക് നമുക്ക് ട്രാൻസ്ഫോം എന്ന് പറയുന്ന കടയുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമിനകത്ത് നമുക്ക് വേണമെങ്കിൽ സൈസ് കുറയ്ക്കാം. അപ്പോൾ ഈ സൈസ് കുറയ്ക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് നോക്കി, നമ്മുടെ വീഡിയോയുടെ ഹോൾ സൈസും കുറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ, ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് മീഡിയ ഔട്ടിന് വേണ്ടിയിട്ടായിട്ട് വേറൊന്നാണെന്നുണ്ടെങ്കിൽ ഇതിനെ ജസ്റ്റ് ഈ കണക്ഷൻ കളയുക. അതിനുശേഷം മീഡിയ ഇന്നെയും മീഡിയ ഔട്ടിനെയും മാത്രം ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ മീഡിയ ഔട്ടിലാണ് ഇത് കൊണ്ടുവന്ന് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മീഡിയ ഔട്ടിനെ മുകളിൽ കൊണ്ടുവച്ചിട്ട് മീഡിയ ഔട്ടിലോട്ട് മാത്രം കണക്ട് ചെയ്ത് കൊടുക്കുക. മീഡിയ ഔട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ചിലതിനകത്ത് കണക്ഷൻ വരുന്നതിന് ഒരു മെർജ് വരും. ഇനി ഇത് കണ്ടു നോക്കി, ഞാൻ ട്രാൻസ്ഫോമിനകത്ത് കയറിയിട്ട് സൈസ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള നോഡുകൾക്ക് അങ്ങനെ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ ലാസ്റ്റ് കണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഒട്ടും മനസ്സിലാവത്തില്ല. അതേപോലെ നമുക്കിപ്പോൾ ഒരു ക്യാമറ ഷേക്ക് അല്ല, നമുക്കിപ്പം ഇതിനകത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ഫാറ്റ് നോയ്സ് ആഡ് ചെയ്യണം. ഞാൻ ഫാറ്റ് നോയ്സ് സെർച്ച് ചെയ്തു, ഫാറ്റ് നോയ്സ് വന്നു, സെലക്ട് ചെയ്തു, ആഡ് കൊടുത്തു. ഓക്കെ, ഫാറ്റ് നോയ്സ് വേറെ അതിനകത്ത് വന്നേക്കുന്നത്, മർജ് നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഈ ഫാറ്റ് നോയ്സ് കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് മീഡിയ ഇൻലേറ്റ് കണക്ട് ചെയ്തു. ഇതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. കാര്യം നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇത് യൂസ്ഫുൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. കാര്യം നമ്മൾ അതിനകത്ത് കുറേ ഫാറ്റ് നോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ അതിനകത്ത് ഞാൻ വൃത്തിയായിട്ട് പറയാം. അപ്പം ഇതിനകത്ത് ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ജസ്റ്റ് നോഡിൻ്റെ ബേസിക്സ് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. 4 മിനിറ്റ് 5 മിനിറ്റോളം ആവുന്ന വീഡിയോ, ഒത്തിരി ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്. നമുക്ക് പഴയ ലൈറ്റ്നിങ്ങിലോട്ട് പോകാം, എന്നിട്ട് അവിടുന്ന് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ടെക്സ്റ്റ് ഉണ്ട്, മീഡിയ ഔട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 2 ടാബുകൾ നമുക്ക് ഫ്യൂഷനിൽ ഓപ്പൺ ചെയ്യണം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് വരുന്ന എൻ സ്ക്രീനകത്ത് പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, ജസ്റ്റ് കയറി ഒന്ന് കാണാം. അപ്പം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ടെക്സ്റ്റ് വന്നേക്കുന്നത്. ടെക്സ്റ്റ് നമുക്കറിയാം 2 ടാബിനകത്ത് ഓപ്പൺ ആക്കാം. 2 ടാബിനകത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ടാബ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഞാൻ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മീഡിയ ഔട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഒരു സിംഗിൾ ഇതാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഫയൽ തരുമെന്ന് വിചാരിച്ചു. ഈ ഒരു പ്രൊജക്ട് ഫയൽ തരും, എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുക എനിക്ക് ഈ ഗ്രേഡിയന്റ് വേണ്ട, എനിക്കിതിനെ ഒരു സോളിഡ് കളറായിട്ട് എടുക്കും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് നോക്കും, ഇനിയിപ്പോൾ ഞാൻ വേറെ എവിടെങ്കിലും കൂടെ ആണ് കൊടുത്തത് ഗ്രേഡിയന്റ് കൊടുത്തിട്ട് മാസ്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോ നിങ്ങൾക്ക് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പൊ എന്തിനാണ് ഇത് വന്നേക്കുന്നത് അറിയാനായിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിലാന്ന് തോന്നുന്നു. ടെക്സ്റ്റ് എടുത്തു, ഞാൻ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ്, അതായത് ഈ ഒരു പാർട്ടിലേക്ക് നമ്മുടെ ആ ഒരു എന്തോന്ന് വരും. 2 പ്രസ് ചെയ്താൽ ഇവിടെ വരും. ഞാൻ 1 പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ വന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും, ആ ഫ്ലാഷിൻ്റെതായ ആ ഒരു ഗ്രേഡിയന്റ് എവിടെ വന്നേക്കുന്നത്, ആ ഒരു ടെക്സ്റ്റിനകത്തുണ്ട്. അതിനർത്ഥം എന്താ, ടെക്സ്റ്റിനകത്ത് ഷെയ്ഡിങ് ചെന്നാണ് ഞാൻ ആ ഗ്രേഡിയന്റ് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ സോളിഡ് ആക്കി കഴിഞ്ഞാൽ കളർ നിങ്ങൾക്ക് ജസ്റ്റ് സോളിഡ് കളർ കൊടുക്കാം. ലൈക്ക് ഫ്ലാഷിന്റെ ഒരു ബ്ലൂ കളർ കൊടുക്കാം, ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ലൈറ്റ് ബ്ലൂ ഏത് കളർ വേണമെങ്കിലും ലൈറ്റ് യെല്ലോ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് തന്നെ ക്യാൻസൽ അടിച്ചു, ഞാൻ ഗ്രേഡിയന്റിൽ തന്നെ ഇരിക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. അതിൻ്റെതായ ബേസിക് ടൂളാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വരും. ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോയി. അത് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇച്ചിരി ഒന്ന് ഹാർഡായിട്ടുള്ള സംഭവം. കാര്യം നമ്മൾ എവറി ടൈം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഈ കളർ കറക്റ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ലൈവ് ഔട്ട്പുട്ട് കാണാൻ പറ്റത്തില്ല, നമ്മൾ സിംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഈ സിംഗിളിനകത്ത് ഇതാ കൊടുത്തേക്കുന്നത്. ഈ കളർ കറക്റ്റ് ചെയ്യുന്നത് ഇവിടെ അഫക്റ്റ് ചെയ്യും, ചിലതുണ്ട് നമുക്ക് അഫക്റ്റ് ആവാത്തത്. അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനൊരു ഇപ്പോൾ ഫാറ്റ് നോയ്സിനകത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മീഡിയ ഔട്ട് ചെറുതായിട്ടൊന്നറിയാമല്ലാതെ നമുക്ക് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടത്തില്ല, വിച്ച് ഈസ് വെരി അനോയിങ്. അതായത് നമുക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ ഇവിടെ നോക്കാൻ നമുക്ക് ക്ലിപ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്, അതുകൊണ്ടാണ് ഒത്തിരി ഒന്നും പറയാത്തത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ ഇതേ എഫക്റ്റ് നമുക്ക് പലതിനകത്ത് കൊണ്ട് കൊടുക്കാം, പല കളറാക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം കൂടെ ടോട്ടൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഇമേജിനകത്ത് കൊണ്ടിടാം. ഇപ്പം ആളെ ഓടുന്ന ഇമേജ് കൺട്രോൾ ഇവിടെ സി അടിച്ചു, ആളെ ഓടുന്നതിനകത്ത് കൊണ്ടുവച്ചു. അതിനുശേഷം ഞാൻ ഈ മീഡിയ ഔട്ടും അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോകാത്തത്, ഡിലീറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്തിട്ട് മീഡിയ ഔട്ടും കണ്ടോന്ന് ഞാൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റ് മീഡിയ ഔട്ട് ഇത്രയും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് അല്ലല്ലോ വേണ്ടത്, നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഞാൻ ഈ ടൈം ലൈനിലേക്കുള്ള ഇതിനെ എടുത്തിട്ടു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബേസിക്കലി. ഇതിപ്പോൾ ആ ഫ്ലാഷാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇതിനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ വിഷൻ ടാബിൽ പോയി നമുക്ക് ആ ഒരു മീഡിയ കിട്ടണം. എങ്ങനെ കിട്ടും? മീഡിയ ഇനി ചെന്ന് നോക്കി, മീഡിയ ഇന്നെന്നും പറഞ്ഞ് നമുക്ക് സെർച്ച് ചെയ്യാം. മീഡിയ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന്, അതായത് ഈ ടെക്സ്റ്റിനെ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം. ടെക്സ്റ്റിനെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു എന്തോന്നിനെയാണ് ഇവിടെ പകരം വെക്കാൻ പോകുന്നത്. എങ്ങനെയാടി നമുക്ക് ക്ലിപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ക്ലിപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ എടുത്തിടാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. എങ്ങനെ നമ്മൾ അതിനെ ചെയ്യും? ഞാൻ ജസ്റ്റ് ക്ലിപ്സ് ഓഫ് ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒന്നുമില്ല. കാര്യം നമുക്ക് മീഡിയ ഔട്ട്ലോക്ക് ഒന്നുമില്ല, മീഡിയ ഇന്നില്ല. കാര്യം നമ്മുടെ മീഡിയ ഇന്നിനകത്ത് വന്നേക്കുന്ന ഈ ഒരു ടെക്സ്റ്റ്, അതായത് ഈ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് ഓക്കെ, ഇവിടെ വന്നു ഒന്നുമില്ല. കാര്യം നമ്മുടെ നോഡ് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നത്തിങ്. ഫ്ലാഷിൻ്റെ നമ്മുടെ ഉള്ളതുകൊണ്ട് സംഭവം വരും. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയയിൽ ഒന്നുമില്ല. മീഡിയ ഔട്ട് 2 എണ്ണമൊക്കെ വന്നു. ഓക്കെ, ഇപ്പം നോക്കിയേ, ഞാൻ എനിക്ക് മീഡിയയില്ല. അതായത് ഞാൻ ഈ ടൈം ലൈനിലോട്ട് ഫ്യൂഷൻ കോമ്പോസിഷനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈം ലൈനിൽ അവിടെ കൊണ്ടിട്ടു. ഫ്യൂഷൻ കോമ്പോസിഷൻ കളഞ്ഞതിന് ശേഷം ആ ടൈം ലൈനെ കൊണ്ടിട്ടപ്പോൾ കണ്ടോ, ആ ഒരു ടൈം ലൈൻ ഇവിടെ വന്നു. നമുക്കത് പറ്റാതെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ മീഡിയ അവിടെ കിടപ്പുണ്ട്. ഈ മീഡിയ ഇന്നിനെ കണക്ഷൻ കളയാം കേട്ടോ. ഓക്കെ, മീഡിയ ഇന്നിൻ്റെ കണക്ഷൻ കളയാം. എന്നിട്ട് മീഡിയ ഔട്ട് അവിടെ കിടന്നിട്ട് മീഡിയ ഔട്ട് അങ്ങനെ നടന്നു. നമുക്ക് 2 മീഡിയ ഔട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മീഡിയ ഔട്ടിനെ ഡിലീറ്റ് ചെയ്ത് കളയാം.
അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റിനെ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം. ടെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആ പൊസിഷനിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടെക്സ്റ്റിൻ്റെ സെയിം പൊസിഷനിലോട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകും. എന്നിട്ട് ടെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ മീഡിയ എന്നിനെ അവിടെ കൊണ്ടുപോകും. ഇനി മീഡിയ എന്നിനെ നമുക്ക് ഒരേ സമയം നമുക്ക് 2 കണക്ഷൻ വരെ കൊടുക്കാം, 2, 3 എത്ര കണക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. എഡ്ജ് ഡിറ്റക്റ്റിലോട്ട് കൊടുത്തു ഒന്നാമത്തെ കണക്ഷൻ. രണ്ടാമത്തെ കണക്ഷൻ ഞാൻ ഈ മർജി കൊടുത്തു, കാര്യം നമ്മുടെ കളർ കറക്ഷനോട് ഉള്ളതാണ് ഒരു മർജി വേണ്ടത്. ഇനി നിങ്ങൾ മീഡിയ ഔട്ടിനെ 1 സെക്കൻഡ് വ്യൂവറിലോട്ടാക്കി നോക്കും. എന്നിട്ട് ഇതേ നോക്കി ആ ഒരു ലൈറ്റ്നിങ് എഫക്റ്റ് ഉണ്ട്. ഇനി ഇതിനകത്തെ കുറച്ച് എഫക്ട്സ് ഒക്കെ നമുക്ക് വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ആൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, എഡ്ജ് ഡിറ്റക്റ്റ് വരുന്നു, ഫിൽട്ടേഴ്സ് വരിക, ഫിൽട്ടേഴ്സ് വന്നതിന് ശേഷം ഫ്ലാറ്റൺ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എഡ്ജ് ഡിസ്പ്ലേസ്മെൻ്റ് ആക്കുക നമ്മുടെ വ്യൂ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഒരു എഡ്ജ് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണാം. ഇത് കുറച്ചൊന്ന് എക്സ്ട്രാ ആക്കി കൊടുത്ത് നോക്കി, ഫ്ലാറ്റണോ ഫിൽട്ടറോ കൊടുക്കാം. ഫ്ലാറ്റൺ ആണ്. ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കയറി വരും. ഫ്ലാറ്റൺ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ പോയി കുറച്ച് വൈറ്റ് ഭാഗം കാണാം. ഹാഫ് എഡ്ജസ് കീപ്പ് ലൈറ്റ് സൈഡ് കൊടുത്താൽ കുറച്ചുകൂടെ കയറും, കീപ്പ് ഡാർക്ക് സൈഡ് കൊടുത്താൽ കുറച്ചുകൂടെ കയറും. ഹാഫ് എഡ്ജ് ഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇത് തന്നെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ആ ഒരു ഡൈവേർട്ട് അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അതാണ് ഇത് ബേസിക്കലി വരുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നെസ് എന്തുമാത്രം വേണം എന്നുള്ളത്. ഇനി നമുക്ക് മീഡിയ ഔട്ട് ചെന്നിട്ട് ഇതിനെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം നോക്കിയേ, നമുക്ക് നേരത്തേനേക്കാട്ടിലും കുറേ ബെറ്റർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് കയറി ഇതിനകത്തെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതിനെല്ലാം ബാക്കി എല്ലാം ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കി, പഴയത് കണ്ടോ പുതിയത് കണ്ടോ? ഇതിനെ ഇച്ചിരി കൂടെ ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഫുള്ള് ലൈറ്റ്നിങ് ഉണ്ട്. പക്ഷെ നമ്മൾ രണ്ടാമത് ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാമെന്നുള്ളൂ. ഞാൻ അതിനെ കൊണ്ടുവന്ന് ഫിൽട്ടർ ഇട്ടു, ഫുള്ളിട്ടു, കീപ്പ് ലൈറ്റ്സ് ഇട്ടു. ഇനി ഇത് നോക്കിയേ, കയറിയില്ല. ഞാൻ റിവ്യൂവിലോട്ട് കൊണ്ടുവരട്ടെ. അതിന് ശേഷം ഗേ സ്കെയിൽ എഡ്ജസ് ഒക്കെ കൊടുത്തേക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ആ വീഡിയോ കാണത്തില്ല. അപ്പം മൊത്തം കൂടെ ഞാൻ ഈ വീഡിയോക്കകത്ത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്കൊരു ഓവർ വാമിങ് ആയിരിക്കും. ജസ്റ്റ് ഇതിൻ്റെ ബേസിക് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഓക്കെ ആയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇതിനകത്തിപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷിഫ്റ്റ് സ്പേസ് ബാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ടൂൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇതിനകത്ത് എന്താ ഞാൻ പറഞ്ഞില്ല, പാലത്തിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. അത്രയ്ക്ക് സിമ്പിളാണ്. നമ്മുടെ എല്ലാ വീഡിയോക്കകത്തും ഞാൻ അത്രയും രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള എന്തോന്നായിട്ട് കണക്ട് ചെയ്തായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ എന്തോന്ന് വരുന്നത്. പിന്നെ ഓരോ ബേസിക്കായിട്ട് ഉള്ള എന്തോന്നുകളും നമുക്ക് പറഞ്ഞു തരും. ഞാൻ അടുത്ത വീഡിയോക്കകത്ത് അതിൻ്റെ ബേസിക്കായിട്ടുള്ള എല്ലാ സംഭവങ്ങളുമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് നമുക്ക് ഓരോ ടൂൾസും അതിൻ്റേതായ ഒരു വീഡിയോ ആയിട്ട് ഞാനിടാം. ഓരോ ഏറ്റവും യൂസ് ചെയ്യുന്ന ടൂൾസും അതിൻ്റെ പർപ്പസുകളും ഒക്കെ പറഞ്ഞ് വേറൊരു വീഡിയോ ഇടാം. അപ്പം അതുവരേക്കും ബൈ. അപ്പം അതിന് മുമ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നേക്ക് വരെ ബൈ.